ക്യാമറയുടെ വിഷ്വൽ നോക്കിയാൽ നിങ്ങൾ HD ദൃശ്യമികവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്ത് രസമായിട്ടാണ് നോക്കിയാൽ ഓരോ ഡീറ്റെയിൽ കൃത്യമായിട്ട് ഓരോ മണൽത്തരികൾ വരെ കാണാൻ അത്രയധികം ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഹ്യുണ്ടായി ഇതിന് നൽകിയിട്ടുള്ളത്. നമ്മൾ സ്റ്റിയറിംഗ് കൈയെടുത്താലും ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയർ ചെയ്യും എന്നുള്ളതാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് നമ്മളതിൽ ഇടിക്കാൻ പോയാലും നമ്മളെ സമ്മതിക്കില്ല. കണ്ടോ? അപ്പോൾ ഇച്ചിരി ലെഫ്റ്റ് കിട്ടാലും അതാത് സൈഡിലെ ക്യാമറകൾ ഓൺ ആക്കിയിട്ട് നമുക്കൊരു നമ്മുടെ ക്ലസ്റ്ററിൽ തന്നെ അതിൻ്റെ ഒരു വിഷ്വൽ കാണിച്ച് തരുന്നുണ്ട്. അങ്ങനെ നിരവധി സേഫ്റ്റി ഫീച്ചേഴ്സ്, നമുക്ക് റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഹ്യുണ്ടായി. ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന ഒരു വണ്ടിയിൽ വൈപ്പർ ഇല്ല, പക്ഷേ ഉണ്ട്. ഹിഡൻ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പോൾ വരും. വന്നു. അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കണം. നമുക്ക് ആക്സിലേറ്ററോ ബ്രേക്കോ ചെയ്യേണ്ട. നമ്മൾ സെറ്റ് ചെയ്ത സ്പീഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം പോകും. മുന്നിൽ വാഹനം ഉണ്ടെങ്കിൽ അത് സ്ലോ ഡൗൺ ചെയ്യും. വാക്കിംഗ് ഡിവൈസ്, അതായത് ഈ ഒരു പാസഞ്ചർ സൈഡ് സീറ്റ് നമുക്ക് ഈ പുറകിലിരിക്കുന്ന ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ലെഗ് റൂം കൂട്ടാം കുറക്കാം എന്നുള്ളതാണ്. പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടില്ല, അതെന്തായാലും ഒരു കുറവായിട്ട് തോന്നി. കാരണം ഇത്രയും വലിയൊരു വാഹനമായിട്ട് നമുക്കൊരു 8 സ്പീഡ് ടോർക്ക് കൺവേർട്ട് ഓട്ടോമാറ്റിക് ഉണ്ടായിട്ട് കൂടി നമുക്കൊരു പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുക്കാത്തത്. ഈ ഒരു അൺലോക്ക് കീ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 വിൻഡോയും ഓട്ടോമാറ്റിക്കായി താഴ്ന്നു. അതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യാം, AC ഓണാക്കാം, അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും. വിൽസൺ വണ്ടിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞാൽ. ഹ്യുണ്ടായി ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ അഡാസ് ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള മോഡലാണ് നമ്മുടെ ഹ്യുണ്ടായി ട്യൂസോൺ. അപ്പോൾ നമുക്ക് പെട്രോളിനും അതുപോലെ തന്നെ ഡീസലിലും ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ ഒരു വാഹനം വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ. 4 വീൽ ഡ്രൈവ് വരുന്നുണ്ട്, ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്, അങ്ങനെ നിരവധി കാര്യങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തെ അഡാസ് ഫീച്ചേഴ്സ് മാത്രമല്ല, ഇന്ത്യയിലെ ഹ്യുണ്ടായുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലും കൂടിയാണ് ഈ ഒരു വാഹനം. നമുക്ക് ഏകദേശം 32-33 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 43-44 ലക്ഷം വരെ ഓൺ റോഡ് പ്രൈസ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അഡാസ് ഫീച്ചേഴ്സ് നിങ്ങൾ ഈ ഹൈലൈറ്റ്സിൽ കണ്ടിട്ടുണ്ടാവും. അമ്മാതിരി കിടിലം ഫീച്ചേഴ്സാണ്. നമ്മൾ എന്താ പറയുക, സേഫ്റ്റിയുടെ അങ്ങേ അറ്റം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് കൂടി നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വില വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് കാണാൻ ഞാനിന്ന് ഇത് വാങ്ങാൻ പോകുന്നില്ല എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഹ്യുണ്ടായുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. കാരണം അവരുടെ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയുള്ള ഒരു വാഹനമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഒരു കമ്പനി കൊടുത്തിട്ടുള്ളത് നമുക്കറിയാൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ അതേപോലെ നമുക്ക് മുൻവശത്ത് തന്നെ നോക്കി തുടങ്ങാം. നമുക്ക് 2 വേരിയൻ്റിലാണ് ട്യൂസോൺ വാങ്ങാനായിട്ട് സാധിക്കുക. പ്ലാറ്റിനം, സിഗ്നേച്ചർ എന്നിങ്ങനെ 2 വേരിയൻ്റ് വരുന്നുള്ളൂ. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ട്യൂസോണൊക്കെ നമ്മൾ പലരും ചിന്തിക്കണം, ഇത്രയും വില കൊടുത്തിട്ടൊക്കെ ആരത് വാങ്ങുക എന്നുള്ളതൊക്കെ. പക്ഷേ ഏകദേശം 18 വർഷത്തോളമായിട്ട് ഈ ഒരു വാഹനം, അത് ഏത് ജനറേഷൻ ഇറങ്ങിയാലും ഇന്ത്യയിൽ ഹ്യുണ്ടായി അവർ ട്യൂസോൺ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഇതിന് തനി ഫാൻസ് എടുക്കുക. അല്ലെങ്കിൽ ഒരു 18 വർഷത്തോളം അല്ലെങ്കിൽ 20 വർഷത്തിനടുത്തൊരു വാഹനം മാർക്കറ്റിൽ പിടിച്ച് നിൽക്കില്ലല്ലോ. കമ്പനികൾ വരെ പൂട്ടി പോകുന്ന സമയത്ത് ഒരു മോഡൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ വാഹനം ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഓട്ടങ്ങൾ ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് പറയാം. എന്തായാലും നമുക്ക് മുൻവശം തന്നെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓൾ LED ലൈറ്റ്സ് ആണ് വരിക. കംപ്ലീറ്റ് LED ആണ്, വേറെ ഒന്നുമില്ല. നമുക്ക് അതിന് തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഈ താഴെ വരുന്നതാണ്. മുകളിലാണ് നമുക്ക് ലോ ബീം വരുന്നത്. ഹൈ ബീം അടിക്കുന്ന സമയത്ത് 2 ലൈറ്റുകൾ മുകളിലും താഴെയും ഇലുമിനേഷൻ വരും. ഇവിടെ ജസ്റ്റ് ഒരു എയർ ഇൻടേക്ക് പോലത്തെ ഒരു എലമെൻറ്റ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ വരുന്നുണ്ട്. ഒരു എയർ ഡാം കാണാം. ഇത് നമ്മുടെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു റഡാറിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു എലമെൻറ്റാണ് ഈ കാണുന്നത്. അതിന് താഴെ നമുക്ക് ഒരു സിൽവർ കളറിലൊരു സ്കിഡ് പ്ലേറ്റിൻ്റെ പോലത്തെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ഹ്യുണ്ടായുടെ ലോഗോയും ആ ഗ്രില്ലും ഒക്കെ കണ്ടോ? കംപ്ലീറ്റ് വളരെ മാസീവായിട്ട് വലിയൊരു ഗ്രില്ലായിട്ട് തോന്നുന്നില്ലേ? എന്നാൽ അങ്ങനെയല്ല. ജസ്റ്റ് ഇപ്പോൾ കണ്ടോ, യെസ്, ഈ സൈഡ് ഇലുമിനേഷൻ വരുന്നുണ്ട്. അതായത് DRL ആണ് ഈ കാണുന്നത്. പാരാമെട്രിക് LED DRLs, ഹിഡൻ DRLs എന്നാണ് കമ്പനി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് നോർമലി പൊസിഷൻ ലാമ്പും DRLും ഇൻഡിക്കേറ്ററൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇത് അതിൻ്റെ ഇലുമിനേഷൻ കണ്ട ഒരു ഗ്രില്ലിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെൻസാണ്. ഈ പുറത്ത് കൊടുത്തിട്ടുള്ള ലെൻസ് കറക്റ്റ് നമ്മുടെ ഒരു ഗ്രില്ലിൻ്റേതായിട്ടുള്ള മാച്ച് ആവുന്ന രീതിയിലാണ്. പെട്ടെന്ന് കണ്ടാൽ നമ്മളതൊരു ഗ്രില്ലാന്ന് വിചാരിക്കും. പക്ഷേ ഇത്രയും ഭാഗത്ത് നമുക്ക് ഇലുമിനേഷൻ വരിക വേറെ ലെവലാണ്. വാഹനം രാത്രിയൊക്കെ ഓടി നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന റോഡിലൂടെ ഇങ്ങനെ വരുന്ന കാണാനായിട്ട് ഒരു ഡാർക്ക് ക്രോം ഫിനിഷിലാണ് നമുക്ക് ഗ്രില്ല് വരുന്നത്. അപ്പോൾ അതിനോട് മാച്ചായിട്ട് ഒരു രസമായിരുന്നു. ഒരു ബിഗ് ലേക്ക് ആൻഡ് ഹ്യുണ്ടായിക്ക് ആ ഒരു ഡിസൈൻ തീമിന് വേണ്ടി കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ജനറേഷനിലെ ക്രെറ്റൊക്കെ ഏകദേശം ഈ രൂപത്തിലായിരിക്കും വരിക. ഇലുമിനേഷൻ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഗ്രില്ലൊക്കെ കുറച്ചുകൂടി സൈസ് കൂടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ല രസമായി വന്നിട്ടുണ്ട് പറയാം. പിന്നെ ഫോളോ മീ ഹോം ഫീച്ചർ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരു പ്രൈസ് റേഞ്ച് വരുന്ന സമയത്ത്. പിന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലുണ്ട്. അവിടെയാണ് നമ്മുടെ റഡാർ സിസ്റ്റം വരുന്നത്. അതിൻ്റെ ഒരു സെൻസറും കാര്യങ്ങളാണ് ആ ഭാഗത്ത് കാണാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മുൻവശത്ത് നിന്ന് വളരെ വലിയ വീതിയുള്ള നീളം കൂടിയിട്ടുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. നമുക്കൊരു 4 വീൽ ഡ്രൈവ് ഒക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് നമുക്ക് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു ഗാംഭീര്യം, റോഡ് പ്രസൻസ് ഒക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ വലിയൊരു SUV പ്രസൻസ് അല്ല കേട്ടോ, എന്നാൽ കൂടി നമുക്കൊരു മാസീവായിട്ടുള്ളൊരു വാഹനമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതെന്തായാലും
ടയർ സൈസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേരിയൻ്റ് വൈസ് വ്യത്യാസമൊന്നുമില്ല. 235 60 പ്രൊഫൈലുള്ള 18 ഇഞ്ചിൻ്റെ ടയർ കൊടുത്തിട്ടുണ്ട്. അലോയ് വീൽസ് ആണ്, ചേഞ്ച് ഒന്നുമില്ല. 4 വീലിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട്. അതുപോലെ സാധാരണ നമ്മൾ SUV വാഹനങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ വീൽ ആർച്ചുകൾ, അതുപോലെ തന്നെ സൈഡ് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കട്ടും കാര്യങ്ങളും നിങ്ങൾ കണ്ടോ, ഇത് ഇങ്ങനെ പോയിട്ട് ഒരു V ആകൃതിയിൽ ഇങ്ങോട്ടൊരു കട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ ഇത് ഇങ്ങനെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. മൊത്തം ഒരുപാട് ബോഡി ലൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വാഹനത്തിൻ്റെ ഒരു ഇത്രയും വലിയൊരു വാഹനമാണ്. അപ്പോൾ ഒരുപാട് സ്പേസ് നമ്മൾ ഫുള്ള് പ്ലെയിൻ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബോറിംഗ് ആയി തോന്നും. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കട്ടിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ട് ഒരു രസമാക്കിയിട്ട് കൊണ്ടുവരാനായിട്ട് ഹ്യുണ്ടായി ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ORM നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ അതിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അഡാസ് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ടോപ്പ് മോഡലിലാണ് ലഭിക്കുക. അപ്പോൾ 360 ഡിഗ്രി ക്യാമറ കാര്യങ്ങൾ നമുക്ക് സിഗ്നേച്ചറിലെ ലഭിക്കുള്ളൂ എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറ ഭാഗം നമുക്കിവിടെ കാണാനായിട്ട് ORMലായിട്ട് കാണാനായിട്ട് സാധിക്കും. കീയിലെ സെൻട്രി കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കീയിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ട്യൂസോണിൻ്റെ കീ വരുന്നത്, നമുക്ക് ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്. ഹുഡ് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ഇതൊക്കെ നമുക്ക് ഈ ഒരു കീ ഉപയോഗിച്ച് സാധിക്കും. വാഹനം ലോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അൺലോക്ക് കീ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 വിൻഡോയും ഓട്ടോമാറ്റിക്കായി താഴ്ന്നു. അതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യാം, AC ഓണാക്കാം, അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുമ്പോൾ നല്ല ചൂടായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ വാഹനം തണുപ്പിക്കാനായിട്ട് പറ്റുമെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സൈഡിലൂടെ ഒരു ക്രോം ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട്, അത് മൊത്തം ബാക്ക് വരെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിയർ പ്രൊഫൈൽ വന്നിട്ടുള്ളത്. റിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് LED ലൈറ്റ്സ് തന്നെയാണ്. അത് T ഷേപ്പിലാണ്, എനിക്കൊന്ന് ട്യൂസോണിനെ സൂചിപ്പിക്കുന്നതായിരിക്കും. 2 T, മൊത്തം 4 T കിടക്കുന്നുണ്ട് എന്ന് പറയാം. ഇവിടെ 2 T ഉണ്ട്, ഇവിടെ 2 T തോന്നുന്നില്ല. ഇതാണ് ഞാൻ T എന്ന് ഉദ്ദേശിച്ചത്, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്. അത് തന്നെയാണോ എന്നുള്ളത് അറിയില്ല. എന്നാലും ട്യൂസോൺ എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. വേറെ 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ H-Track എന്ന് കൊടുത്തിട്ടുണ്ട്. വേറെ നമുക്ക് ഏത് വേരിയൻ്റാണ് ഏത് എഞ്ചിനാണ് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ വൈപ്പർ വൈപ്പർ കാണാനല്ല അല്ലേ, നമുക്ക് ഡീഫോഗർ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന ഒരു വണ്ടിയിൽ വൈപ്പർ ഇല്ല, പക്ഷേ ഉണ്ട്, ഹിഡൻ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വരും, വന്നു. അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. നമ്മൾ ഫ്രണ്ട് DR ഒളിപ്പിച്ച് വെച്ച പോലെ തന്നെ നമ്മുടെ വൈപ്പർ ഒളിപ്പിച്ച് വെച്ചേക്കാണ്, അതിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ട്. അതുപോലെ വൈപ്പർ വാഷർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹ്യുണ്ടായുടെ ലോഗോ ഒക്കെ ഇതിനകത്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഗ്ലാസ്സിനകത്തായിട്ടാണ് ഹ്യുണ്ടായുടെ ലോഗോ കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വന്നാൽ റിയർ വ്യൂ ക്യാമറ വന്നിട്ടുണ്ട്. അതുപോലെ അതിന് താഴെയായിട്ട് നമുക്ക് മുൻവശത്ത് കണ്ട പോലെ തന്നെയാണ് സ്കിഡ് പ്ലേറ്റിൻ്റെ ഒരു സിൽവർ ഭാഗം, പാർക്കിംഗ് സെൻസേഴ്സ്, അതുപോലെ ഒരു ഡാർക്ക് ക്രോം ഫിനിഷിൻ്റെ ഒരു ഭാഗം, റിയർ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരു വൈപ്പറും കാര്യങ്ങൾക്കൊക്കെ കൺസീൽഡ് വൈപ്പർ ആൻഡ് വാഷർ എന്നുള്ളതാണ് നമ്മുടെ ഹ്യുണ്ടായി വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഹിഡൻ ആയിട്ട് കാണാത്ത രീതിയിൽ വെച്ച് നമ്മൾ റേഞ്ച് റോവർ വാഹനങ്ങളിലൊക്കെയാണ് അത്തരത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബൂട്ട് പവർ ടൈൽ ഗേറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കീ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പുറകിൽ വന്ന് നിന്നാൽ മതി. ഓട്ടോമാറ്റിക്കായി സെൻസ് ചെയ്യുമ്പോൾ അവിടെ ഇൻഡിക്കേറ്ററിലൊക്കെ ഇലുമിനേഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സിഗ്നേച്ചർ എന്ന ടോപ്പ് എൻഡ് മോഡലിലാണ് ഈ ഒരു ഫീച്ചർ ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു അടിപൊളി ലഗേജ് സ്ക്രീൻ കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് മടക്കി വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശാലമായിട്ട് കാണാം. നല്ല ഹ്യൂജ് ആയിട്ടുള്ളൊരു ബൂട്ടാണ് വന്നുള്ളത്. ഇഷ്ടം പോലെ സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. സ്പെയർ വീല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സൈസ് അല്ല, നമുക്കൊരു എമർജൻസി വീല് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 12 വാട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ സീറ്റുകൾ ഫോൾഡ് ചെയ്യണം. ഇപ്പോൾ നല്ല ഒരുപാട് ലഗേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പുള്ള് ചെയ്താൽ ഫ്രണ്ടിലെ സീറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് ഫോൾഡ് ആയിക്കോളും. അങ്ങനെ ഒരു ഫീച്ചർ കൂടി വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഫുൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസായി മാറ്റാം. എന്ത് വേണമെങ്കിൽ നമുക്ക് ഹാൻഡിലൊക്കെ ഒന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കൊക്കെ വേണമെങ്കിൽ ഇതിനകത്തേക്ക് വെക്കാനുള്ളൊരു സ്പേസ്, അത്രയധികം സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് എന്ന് പറയാം. അപ്പം പവർ ടൈൽ ഗേറ്റ് ആണ്, ജസ്റ്റ് ഒരു പ്രസ് കൊടുത്താലും ക്ലോസ് ആവുന്ന രീതിയിലാണ്. അതിപ്പോൾ നമ്മൾ ഇതുണ്ട് കേട്ടോ, സേഫ്റ്റി ഫീച്ചർ. നമ്മൾ ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ഓട്ടോമാറ്റിക്കായി സെൻസ് ചെയ്തിട്ട് അത് അവിടെ സ്റ്റക്ക് ആവും. ഫ്യൂൽ ലിഡ് വന്നിട്ടുള്ളത് നമുക്കിത് ലെഫ്റ്റ് സൈഡിലാണ്. 57 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു അടിപൊളി ഫീച്ചർ എന്ന് പറഞ്ഞാൽ പാസഞ്ചർ സൈഡ് 8 വേ ലോക്കാം. പാസഞ്ചർ സൈഡ് നമുക്കൊരു 8 വേ പവർ അഡ്ജസ്റ്റ് വരുന്നുണ്ട്. അതും സിഗ്നേച്ചർ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ ലഭിക്കുള്ളൂ കേട്ടോ. പാസഞ്ചർ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് നോർമൽ ഒരു പ്ലാറ്റിനം എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ ലഭിക്കുന്നില്ല. അത് വളരെ കുറച്ച് ഫീച്ചേഴ്സാണ് അത്തരത്തിൽ വരുന്നുള്ളൂ. 4-5 ഫീച്ചേഴ്സ് മാത്രം നമുക്ക് സിഗ്നേച്ചറിൽ മാത്രമായിട്ട് മാറ്റി നിർത്തിയിട്ടുള്ളൂ ഹ്യുണ്ടായി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ മടക്കിയ സീറ്റുകളൊക്കെ നമുക്കൊന്ന് നിവർത്താം. അതുപോലെ ക്യാമറ നമുക്ക് വൈഡ് ആംഗിൾ ആക്കാം. നമ്മൾ കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്ലൈൻ ഫംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സീറ്റുകൾ നമുക്ക് നല്ല രീതിയിൽ റിക്ലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കൈ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഈ ലിവർ പുള്ളി ചെയ്തിട്ട് വേണം അത് ബാക്കിലേക്ക് മടക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിക്ലൈൻ ആംഗിൾ നോക്കിയാൽ നിങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇത് കംപ്ലീറ്റ് അപ്രൈറ്റ് ആണ്, ഇങ്ങനെയൊന്നും ഒരാൾക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല, കുറച്ച് ചിരിക്കണം എന്തായാലും. പക്ഷേ ഇതിൻ്റെ ഒരു റിക്ലൈൻ ആംഗിൾ നോക്കിയാൽ നമുക്ക് അത്യാവശ്യം ഫ്രണ്ട് സീറ്റത്തെ അതേ രീതിയിലൊരു കംഫർട്ടും കാര്യങ്ങളും ഇവിടെ ലഭിക്കും. ഒപ്പം നമുക്ക് ലെഗ് റൂമിനെ കുറിച്ചൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇത്രയും വലിയൊരു വാഹനമാണ്, അതും 5 സീറ്ററാണ് എന്ന് പറയുമ്പോൾ
ഇഷ്ടം പോലെ ലെഗ് റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്കിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം വരുന്നുണ്ട്. എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വാക്കിംഗ് ഡിവൈസ്. അതായത് ഈ ഒരു പാസഞ്ചർ സൈഡ് സീറ്റ് നമുക്ക് ഈ പുറകിലിരിക്കുന്ന ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ലെഗ് റൂം കൂട്ടാം കുറക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡ്രൈവറൊക്കെ വെച്ച് വാഹനം കൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ മുതലാളിക്ക് ഇരിക്കാൻ പറ്റിയൊരു സീറ്റ്, ഫ്രണ്ടിലെ സീറ്റൊക്കെ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ ഇഷ്ടം പോലെ ലെഗ് റൂം ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ റിയർ AC വെൻ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 USB പവർ ഔട്ട്ലെറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു നെറ്റിൻ്റെ 2 സ്റ്റോറേജ് സ്പേസുകൾ സീറ്റിൻ്റെ പുറകിലായിട്ട് വന്നിട്ടുണ്ട്. നല്ല വലിയൊരു പാനോമിക് റൂഫ് വന്നിട്ടുണ്ട്. നല്ല നമ്മുടെ ഒരു സീറ്റിൻ്റെ അത്ര തന്നെ എത്തി നിൽക്കുന്ന രീതിയിലുള്ളൊരു പാനോമിക് റൂഫാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഒരു ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിയും കാര്യങ്ങളും ഉണ്ട്. അതിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഒരു ക്രോം ഫിനിഷ്, അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു ലൈനും കാര്യങ്ങളൊക്കെ, ഇവിടെ ഒരു ഫാബ്രിക് ടച്ചാണ് വന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഡ്യുവൽ ടോണാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു ബ്ലാക്കിൻ്റെ അതുപോലെ തന്നെ ഗ്രേഡ് ഇൻറ്റീരിയർ ആണ് മൊത്തത്തിൽ കാണുമ്പോൾ പ്രീമിയം ഫീൽ എവിടെ നോക്കിയാലും നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്. അതിൻ്റെ ബാഡ്ജിങ് കൂടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് നമ്മുടെ ഗോപ്പറാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വിഷയിൽ പകർത്താനായിട്ട്. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഒരു വ്യൂ വന്നിട്ടുള്ളത്. എന്തായാലും ഇവിടെ നമുക്ക് സാധാരണ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഹ്യുണ്ടായി നൽകിയിട്ടുണ്ട്. അതുപോലെ 60/40 സ്പ്ലിറ്റ് സീറ്റ്, ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ്, അതുപോലെ ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. 3 പേർക്കൊക്കെ സുഖസുന്ദരമായിട്ട് വിശാലമായിട്ട് വേണമെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. സ്പേസ് നമ്മൾ ലെഗ് റൂമിന് ഇതൊക്കെ ഷോൾഡർ റൂമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 4 പേർക്കും ഇരിക്കാം. പക്ഷേ സീറ്റ് ഇവിടെ ഒരു സെൻറ്ററിൽ നമുക്ക് കുറച്ച് പുറത്തേക്ക് തള്ളി വെക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ആൾക്ക് അത്ര കംഫർട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു സംഭവം മാത്രമേ വരുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എൻ്റെ സൈസിലുള്ളൊരു 4 പേർക്കൊക്കെ വളരെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അത്രയധികം സ്പേസ് നമുക്ക് ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഡ്രൈവർ സൈഡാണ്. ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറകിൽ കണ്ട പോലെ തന്നെയാണ് കളർ തീമും കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ടച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസം നമുക്ക് 4 പവർ വിൻഡോയുടെ കൺട്രോൾസ്, ഫ്രണ്ട് 2 നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. ലോക്ക് ആൻഡ് ലോക്ക് ORVMൻ്റെ കൺട്രോൾസ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 8 സ്പീക്കർ ബോസിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ബോസിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് മെമ്മറി സീറ്റ് ഫംഗ്ഷൻ കാണാം. അതായത് നമുക്ക് അതും സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡിൽ ലഭിക്കുന്ന ഒരു ഫീച്ചറാണ്. ഇത് 2 പ്രസ് ചെയ്തപ്പോൾ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവുന്നുണ്ട്. നമുക്ക് 2 രീതിയിൽ മെമ്മറി സെറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. 1ലാണ് ഞാൻ എൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ച് ഹൈറ്റ് കൂട്ടി ബാക്കിലേക്ക് ഇറക്കിയിടുന്ന രീതിയിൽ മാക്സിമം ബാക്കിലേക്ക് ഇറക്കിയിട്ടാണ് ഞാൻ ഓടിക്കുക. അപ്പോൾ ആ രീതിയിൽ 1 പ്രസ് ചെയ്താൽ എൻ്റെ സീറ്റിങ്ങിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വാഹനം വരും. അതുകൂടാതെ തന്നെ നമുക്കിതാ മാനുവലി ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈറ്റ് കൂട്ടാം കുറക്കാം അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായി മാത്രമേ വാഹനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബ്രേക്കും ആക്സിലേറ്ററും ഒരു ഡെഡ് പെഡൽ മാത്രമേ അവിടെ കാണാനായിട്ട് സാധിക്കുള്ളൂ. സ്പോർട്ടി പെഡലൊന്നുമല്ല, നോർമൽ പെഡൽസും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കയറി ഇരുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഞെട്ടിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. നിരവധി കൺട്രോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇത് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൺട്രോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ക്രൂയിസ് കൺട്രോളാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് പറയാം. ഇത് നമ്മുടെ ഒരു MIDയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ കൺട്രോൾസാണ്. പിന്നെ അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ ADAS ഫീച്ചേഴ്സിൻ്റെ ആണ്. അപ്പോൾ അത് നമുക്ക് ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് പറയാം. അത് ഓൺ ഓഫ് നമുക്ക് മീറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പുറത്ത് നമ്മുടെ മീഡിയയുടെ കൺട്രോൾസാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോള് ബട്ടൺ കാര്യങ്ങൾ, സ്റ്റാർ നമുക്ക് എന്ത് വേണമെങ്കിലും ആക്കാം. നമുക്ക് ഒരു ഇൻഫർടൈൻമെൻറ്റ് ഉപയോഗിച്ചിട്ട് സ്റ്റാറിലേക്ക് ഏത് ഫീച്ചറാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് ക്വിക്കായിട്ടൊക്കെ ഒരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഈ സംഭവം കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഒരു നെൽ ഫിനിഷൊക്കെ വന്നിട്ട് എന്ത് രസമാണ് നോക്കിയാൽ. പക്ക പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രസമാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാനാണെന്ന് കാണുമ്പോൾ തന്നെ കണ്ണിന് തന്നെ ഒരു ഫീല് വേറെ തന്നെ കിട്ടുന്ന രീതിയിലാണുള്ളത്. 2 സൈഡിൽ നമ്മളിത് വൈപ്പറിൻ്റെ കൺട്രോൾസാണ്. ഓട്ടോമാറ്റിക് വൈപ്പർ, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ AC വെൻറ്റിൻ്റെ കണ്ടിന്യൂറ്റി ഇങ്ങനെ പോയിരിക്കുന്നുണ്ട് ഡോറിലൂടെ. അതൊക്കെ എന്ത് രസമാണ് നോക്കിയേ. നമുക്കൊരു വളരെ വില കൂടിയൊരു വാഹനത്തിനകത്ത് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളത് വാഹനത്തിൽ കയറുമ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ നമ്മുടെ MID ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ട്. അതായത് സൗണ്ട് ഓഫ് നേച്ചർ, അതും നമ്മുടെ ഹ്യുണ്ടായി നിർമ്മിച്ചുള്ളൊരു ഫീച്ചറാണ്. നമുക്ക് എന്തായാലും നേച്ചറിൻ്റെ സൗണ്ട് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല. അപ്പോൾ 10.25 ഇഞ്ചിൻ്റെ ഒരു TFT ക്ലസ്റ്ററാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മളൊരു iPad സെറ്റ് ചെയ്ത് വെച്ച പോലെ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ സ്പോർട്ടിയാണ്. അതുപോലെ നിരവധി ഇൻഫർമേഷൻസ് ഉണ്ട്. വ്യക്തമായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അറ്റൻഷൻ ലെവൽ കാര്യങ്ങൾ അത് നമ്മുടെ ADASൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞു. കോമ്പസ്, ടയർ പ്രഷർ മോണിറ്ററിങ് തുടങ്ങിയ കാര്യങ്ങളും നിരവധി നമ്മുടെ ഡ്രൈവ് ഇൻഫർമേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്.
ബാക്കി ടെൽറ്റൈൽ ലൈറ്റ്സ് കാര്യങ്ങൾ. ഇവിടെ നമുക്ക് സ്പീഡോമീറ്റർ, ഇപ്പോഴത്തെ ടാക്കോമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ രസമായിട്ടാണ് ആ ഒരു MID അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനും ഒരു ബിഗ് ലേക്ക് ആണ് കേട്ടോ. MID എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, നല്ല രസമായിട്ടുണ്ട്. കിടിലൻ, ഒരു രക്ഷയില്ലാത്തൊരു MID എന്ന് പറയാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതും ഒരു 10.25 ഇഞ്ചിനാണ്. സെയിം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റും MID ഒക്കെ സെയിം ആണ് സൈസ് വരുന്നത്. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് വളരെ വലിയൊരു ഒറ്റ യൂണിറ്റ് ആയിട്ടൊക്കെ തോന്നില്ലേ. അതായത് നമ്മുടെ AC ഒക്കെ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്ത് വളരെ രസമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലും വേറെ തന്നെയാണെന്ന് പറയാം. ഒറ്റ യൂണിറ്റ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും. വളരെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇതുവരെ ഞാൻ ഏതൊരു ഹ്യൂണ്ടായി വാഹനത്തിലും മറ്റേത് വാഹനത്തിലോ കണ്ടതിലും കിഡിലോസ്കി ഇൻഫർടൈൻമെൻറ്റ് എന്ന് പറയാം. വളരെ ടച്ച് റെസ്പോൺസീവ് ആണ്, ഹൈ ക്വാളിറ്റിയാണ് വന്നത്. ക്യാമറയുടെ വിഷ്വൽ നോക്കിയാൽ നിങ്ങൾ HD ദൃശ്യമികവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്ത് രസമായിട്ടാണ് നോക്കിയാൽ ഓരോ ഡീറ്റെയിൽ കൃത്യമായിട്ട് ഓരോ മണൽത്തരികൾ വരെ കാണാൻ അത്രയധികം ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഹ്യൂണ്ടായി ഇതിന് നൽകിയിട്ടുള്ളത്. അത് നമുക്ക് സൂം ഔട്ട് അതുപോലെ കാര്യങ്ങളും സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, പല ആംഗിളുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. 360 ഡിഗ്രി ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാലറ്റ് മോഡ് വന്നിട്ടുണ്ട്, ക്വിറ്റ് മോഡ് വന്നിട്ടുണ്ട്. ക്വിറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സ്പീക്കേഴ്സ് ഓഫായിട്ട് ബാക്കിലേക്ക് മാത്രം സൗണ്ട് വരും. വേണമെങ്കിൽ ഇപ്പോൾ ഓടിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അങ്ങനെ നിരവധി ഫംഗ്ഷൻസ് നമുക്കിതിൽ വരുന്നുണ്ട്. ബ്ലൂ ലിങ്ക് കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം 64 കളറിലുള്ള ആംബിയൻ ലൈറ്റിംഗ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് താഴേക്ക് വന്നാലാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുള്ളത്. അതും ടച്ചാണ്, ഇവിടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ടച്ചാണ് വന്നിട്ടുള്ളത്. അതുപോലെ അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഡിഫ്യൂസ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് ഓവറായിട്ട് ബഹളം അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് കുത്തുന്ന രീതിയിലുള്ളൊരു കാറ്റ്, നമുക്ക് മുടിയൊക്കെ പാറിക്കുന്ന രീതിയിലുള്ളൊരു കാറ്റോ കാര്യങ്ങളോ വരില്ല. ഡിഫ്യൂസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡാണ്. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഷവറൊക്കെ കുളിക്കുമ്പോൾ നമുക്ക് 2-3 സെറ്റിങ് പറ്റില്ല. അല്ലെങ്കിൽ കാർ വാഷ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, ഒരു പമ്പ്, അതിൽ നമുക്ക് 2-3 ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ട് പവറിൽ വരുന്നത്, അതുപോലെ നമുക്ക് നൈസായിട്ട് മിസ്റ്റ് പോലെ ഇങ്ങനെ വരുന്നത്, ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ മിസ്റ്റ് പോലെ വരുന്നതാണ് ഈ ഡിഫ്യൂസ് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു അധികം അലോസരം ഉണ്ടാക്കാത്തൊരു ബ്ലോവർ എന്നുള്ളൊരു കാറ്റ്, അലോസരം ഉണ്ടാക്കാത്തൊരു കാറ്റാണ് വരിക. അതാണ് അതും നല്ലൊരു കിടില ഫീച്ചറാണ്. അതിനൊരു ലൈക്ക് കൊടുക്കണം. നല്ല കൂള് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആ രീതിയിലുള്ളൊരു ഫീച്ചറാണ് അത് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഗിയർ ഒന്ന് മാറ്റി കാണിച്ചു തരാം. ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് വന്നിട്ടുണ്ട്, USB പവർ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. ഒരു 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു USB ചാർജിങ് പോർട്ടും വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് ഇലുമിനേഷൻ, നമ്മുടെ വയർലെസ് ചാർജിങ് ഓണായ ഇലുമിനേഷൻ വരുന്നൊരു ഭാഗമാണ്. ചെറിയ സ്റ്റോറേജ് സ്പേസ്, കപ്പ് ഹോൾഡേഴ്സ്. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ. 8 സ്പീഡ് ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഓടിക്കുന്ന സമയത്ത് പറയാം. ഇവിടെ ഡ്രൈവ്, ടെറൈൻ മോഡുകൾ സെലക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ടെറൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നോ, മഡ്, സാൻഡ് എന്നിങ്ങനെയുള്ള 3 മോഡുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് മോഡുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്കോ, നോർമൽ, സ്പോർട്ട്, സ്മാർട്ട് എന്നിങ്ങനെയുള്ള വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് പറയാം. ഇത് പറഞ്ഞാൽ നമ്മുടെ ഡൗൺ ഹിൽ അസിസ്റ്റാണ്. നമുക്ക് ബ്രേക്കോ ആക്സിലേറ്ററോ കൊടുക്കാതെ നല്ല കുത്തനെയുള്ള ഇറക്കങ്ങൾ വാഹനം ഓട്ടോമാറ്റിക്കായി കൺട്രോൾ ചെയ്ത് പോകുന്നൊരു ഫീച്ചറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ്, 360 ഡിഗ്രി ക്യാമറ നമുക്ക് പ്രസ് ചെയ്താൽ ഇവിടെ വിഷ്വലി കാണാനായിട്ട് പറ്റും. പിന്നെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ, അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗിയർ ലിവറും നമുക്ക് ഇതുപോലത്തെ ഒരു കൺട്രോളാണ് ശരിക്കും വരേണ്ടത് കേട്ടോ. ഇൻ്റർനാഷണൽ ഗ്ലോബലി അവർ ഇറക്കുന്ന പ്രൊഡക്റ്റിൽ ആ രീതിയിലാണുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് കൊടുത്തിട്ടില്ല എന്ന് മാത്രം. അതായത് ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഇവരുടെ തന്നെ ഹ്യൂണ്ടായുടെ തന്നെ ഇലക്ട്രിക് വാഹനമല്ലോ കോണയിൽ വരുന്ന രീതിയിലുള്ളൊരു കൺട്രോളാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ട്യൂസോണിൽ വരുന്നത്. ഇവിടെ നമുക്ക് സീറ്റ് വെന്റിലേഷൻ, അതുപോലെ തന്നെ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂളിങ്ങും ഹീറ്റിങ്ങും വരുന്നുണ്ട് കേട്ടോ. അത് ഫ്രണ്ടിൽ 2 സീറ്റുകളും ഹീറ്റിങ്ങും കൂളിങ്ങും വരുന്നുണ്ട്. അതും നമുക്ക് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡിൽ മാത്രം ലഭിക്കുന്ന ഒരു ഫീച്ചറാണ്. അതിന് താഴെയായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഗ്ലോ ബോക്സിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അത്യാവശ്യം പേപ്പറും കാര്യങ്ങളും സൂക്ഷിക്കാനുള്ള സ്പേസ് തന്നെ വരുന്നുള്ളൂ. കിടലിനായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓട്ടോ ഡിമ്മിങ് IRM സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ടെലിമാറ്റിക് സ്വിച്ചസ്, LED ലൈറ്റ്സ്, സൺറൂഫ്. അയ്യോ, എൻ്റെ ക്യാമറ ഇരിക്കുന്നുണ്ട്, സൺറൂഫ് ഓപ്പൺ ആവല്ലേ. ഓക്കെ, സോറി, സൺറൂഫ് അല്ല, പാൻഡോമിക് റൂഫ് വരുന്നുണ്ട്. ഇത് ഒറ്റ സ്വിച്ചാണ് നമുക്ക് സൺറൂഫിന് വരുന്നുള്ളത്. അതുകൊണ്ട് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കറക്റ്റ് അതിൻ്റെ ഒരു പ്രഷർ നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ സൺബ്ലൈൻഡ് ഓപ്പൺ ആവും. ഒന്നും കൂടി അമർത്തിയാൽ, അങ്ങനെയാണ് അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ വരുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാനിറ്റി മിറർ നമുക്ക് ഡ്രൈവർ സൈഡ് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്, അത് മാനുവലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. അതുപോലെ പാസഞ്ചർ സൈഡ് നമുക്ക് സെയിം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്റ്റൻഷൻ കൂടി നമുക്കിതിൽ വരുന്നുണ്ട്. അത് 2 സൈഡും വരുന്നുണ്ട് കേട്ടോ. അതെ, ഡ്രൈവർ സൈഡാണെന്നുള്ളത് അതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ഹ്യൂണ്ടായി നൽകിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് കാഴ്ചയുള്ള ഓരോ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഇനി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ട്യൂസോൺ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എറണാകുളം സിറ്റിയിലൂടെ അതികാലയിൽ. അപ്പോൾ 2 എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് പെട്രോൾ എഞ്ചിനാണ്. നമ്മൾ അൽക്കാസറിലൊക്കെ കണ്ടുള്ള സെയിം എഞ്ചിനാണ് വരുന്നത്. 1999 cc, 156 PS, 192 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് ഓൾറെഡി നമ്മൾ അൽക്കാസറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയാണ്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഡീസലാണ്. ഇതിൻ്റെ ട്യൂസൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്
നമുക്ക് ഡീസൽ എഞ്ചിൻ തന്നെയാണെന്ന് പറയാം. അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും വേറെ ലെവലാണ്. കാരണം പെട്രോൾ നമുക്ക് നോർമൽ എഞ്ചിനാണ്, ടർബോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പവറും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് അൽക്കാസറിൽ ഓൾറെഡി അറിയാവുന്ന എഞ്ചിനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നാൽ പോലും ഇതിൻ്റെ അത്ര എത്തില്ല. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1997cc 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 186 PS 416 എണ്ണം ടോർക്കാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും 4 വീലർ ഡ്രൈവ് ഒക്കെ വരുമ്പോൾ നമുക്ക് അത്രയും ടോർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണല്ലേ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഹ്യുണ്ടായി ചെയ്തു വെച്ചിട്ടുള്ളതെന്നും പറയാം. അപ്പോൾ നമ്മൾ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയത് ഹ്യുണ്ടായി ആദ്യമായിട്ട് അഡാസ് ഫീച്ചേഴ്സ് കൂടി ഒരു വാഹനം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അഡാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അതിൽ വരുന്നുണ്ട്. എന്തായാലും നമ്മൾക്ക് ഇപ്പോൾ റോഡിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് ലെയിൻ കീപ്പ് അസിസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിപ്പാർച്ചർ വാർണിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇപ്പോൾ അഡാസ് ഓൺ ആണ്. അപ്പോൾ നമുക്ക് ഒരു റോഡിൽ അത്യാവശ്യം നല്ല മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു അവസരം എന്ന് പറയാം. റോഡിൽ ആ ഒരു ലൈനിൽ നിന്നും 2 മാർക്കുകൾ അതിൻ്റെ റഡാറുകൾ ക്യാമറയൊക്കെ സെൻസ് ചെയ്തിട്ട് നമ്മൾ ലൈനിൽ തന്നെ നിർത്തുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് കൈയെടുത്താലും ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയർ ചെയ്യും എന്നുള്ളതാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് നമ്മളതിൽ ഇടിക്കാൻ പോയാലും നമ്മളെ സമ്മതിക്കില്ല. കണ്ടോ? അപ്പോൾ ഇതാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു തിരിവും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കറക്റ്റ് ആ ലൈനിലൂടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം കൊണ്ടുപോകും. പക്ഷേ നമ്മളതിനെ ഫുള്ളായി കൈയെടുത്ത് ഓടിക്കാനായിട്ട് പാടില്ല. നമ്മൾ ലെവൽ 2 ആണ് ഇതിൻ്റെ ഒരു അഡാസിൻ്റെ ലെവൽ 2 ഉള്ളൊരു ഫീച്ചറുള്ളൊരു വാഹനമാണ് ഓടിക്കുന്നത്. എന്തായാലും കൈ സ്റ്റിയറിംഗിൽ വെക്കണമെന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ കാണാൻ വേണ്ടി അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് ഫ്രണ്ട് കൊളീഷൻ വാർണിംഗ് അല്ലെങ്കിൽ അവോയ്ഡൻസ് വരുന്നുണ്ട് എന്നുള്ളത്. അത് മുന്നിൽ നമ്മളൊരു വാഹനം അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു സൈക്കിളുകാരൻ ഒക്കെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വാർണിംഗ് നമുക്ക് തരും. അത് 2 രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാം നമുക്ക് വാഹനം നമുക്കത് അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയിലും അല്ലെങ്കിൽ വാർണിംഗ് തരുന്ന 2 രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന നമുക്ക് അത്ര വലിയൊരു സുഖം പോരാ എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് വെറും വാർണിംഗ് ആയിട്ട് മാത്രം വെക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് കൊളീഷൻ വാർണിംഗും അവോയ്ഡിങ്ങും ആണ്. അതായത് ഓൾറെഡി നിങ്ങൾക്ക് ഒരു മിററിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിലൊരു ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. ഒരു നമ്മുടെ ഹസാർഡ് പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. അതായത് നമുക്ക് കാണാൻ പറ്റാത്ത രീതി അല്ലെങ്കിൽ നമ്മുടെ സൈഡിലൊക്കെ ഒരു വാഹനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൻസർ വഴി അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റാതെ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിലുള്ള വാഹനങ്ങളെ ഇടിക്കാനുള്ള സാധ്യതയും നമ്മുടെ ഒരു അഡാസ് ഫീച്ചേഴ്സ് ഇല്ലാതെ ആക്കുന്നുണ്ട് എന്ന് പറയാം. പിന്നെയുള്ളത് നമുക്കൊരു ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ് ആണ്. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഡ്രൈവർ ഉറക്കം തൂങ്ങുകയാണ്, ഭയങ്കര ക്ഷീണിതനാണ് നമുക്ക് വാഹനം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ബ്രേക്ക് എടുക്കാനൊക്കെ ആവശ്യപ്പെടും. അതുപോലെ തന്നെ നമ്മൾ സിഗ്നലിലൊക്കെ നിർത്തിയിടുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വാഹനം, അതായത് ലീഡിംഗ് വെഹിക്കിൾ ഡിപ്പാർച്ചർ വാർണിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിടുക അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്നൽസ് തന്നെയാണ്. സിഗ്നലിൽ നിർത്തിയിടുന്ന സമയത്ത് ഫ്രണ്ട് ബാക്കിൽ നിന്നുള്ള ഹോണടികൾ നമ്മൾ കേൾക്കാറുണ്ടില്ല. കാരണം ചിലപ്പോൾ മൊബൈലോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കുക അങ്ങനെ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നോട്ടം എങ്ങോട്ടെങ്കിലും മാറിപ്പോയ സിഗ്നൽ ഓൺ ആയത് നമ്മൾ അറിയാറില്ല. അപ്പോൾ അത്ര സിറ്റുവേഷനിലും ഈ ഒരു വാഹനം അലേർട്ട് വരും. അതായത് നമ്മുടെ മുന്നിലുള്ള വാഹനം പോയി എന്നുള്ള സംഭവം നമുക്ക് ഒരു വാർണിംഗ് ആയിട്ട് ഈ ഒരു വാഹനം തരും എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ബെസ്റ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഡാസിൻ്റെ ഏത് വാഹനമാണെന്നുള്ള അഡാസ് ഫീച്ചേഴ്സ് വരുന്ന പറഞ്ഞാൽ ക്രൂയിസ് കൺട്രോളാണ്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിടാം. 46 കിലോമീറ്ററിൽ ഞാൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ലൈനിലും അവിടെയാണ് വണ്ടികളുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേറ്ററോ ബ്രേക്കോ ചെയ്യേണ്ട, നമ്മൾ സെറ്റ് ചെയ്ത സ്പീഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം പോകും. മുന്നിൽ വാഹനം ഉണ്ടെങ്കിൽ അത് സ്ലോ ഡൗൺ ചെയ്യും, വാഹനം ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത സ്പീഡിലേക്ക്. ഇപ്പോൾ ഒരു 60 കിലോമീറ്റർ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ ആ ബൈക്കിലുള്ളതാണ് ഇത്രയും ഡിസ്റ്റൻസ് ഇട്ടിട്ട് വാഹനം സ്ലോ ആക്കിയിട്ടില്ല. ഞാൻ ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വാഹനം ഇല്ല എന്നുണ്ടെങ്കിൽ, ഇല്ലാത്ത ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത സ്പീഡിൽ സുഖമായിട്ട് പോവുകയും ചെയ്യും, സ്ലോ ആവുകയും ചെയ്യും. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പരിപാടി നടക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ അതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നോർമൽ ക്രൂയിസ് കൺട്രോൾ കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല അടിപൊളി ഫീച്ചറാണ് എന്ന് പറയാം. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉപയോഗമുള്ള മറ്റുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സേഫ് എക്സിറ്റ് വാർണിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ടൈറ്റ് പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ ഇട്ട് നമ്മൾ തിരിച്ച് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ പുറകിലൂടെ പെട്ടെന്ന് ആരെങ്കിലും ഓടി വരിക, അല്ലെ ആളായിക്കോട്ടെ വണ്ടി ആയിക്കോട്ടെ, അങ്ങനെ എന്തുണ്ടെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ വാഹനം ഈ ഒരു രീതിയിലൊരു അസിസ്റ്റൻസ് നമുക്ക് ലഭിക്കും. മാക്സിമം സേഫ്റ്റിയാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അഡാസ് ഫീച്ചേഴ്സിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് 54 കിലോമീറ്ററിൽ നമ്മൾ ഓട്ടോമാറ്റിക് ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്ത് പോവുകയാണ്. മുന്നിൽ വാഹനമൊന്നും ഇല്ലാത്തതുകൊണ്ട് 54 തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും വാഹനങ്ങൾ വന്നാൽ
അപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഹൈ ബീം അസിസ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ നല്ല ഫീച്ചേഴ്സ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രാത്രി പോകുന്ന സമയത്ത് ഹൈ ബീം ലോ ബീം നമ്മൾ മാനുവലി അടിക്കേണ്ട കാര്യമല്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ലോ ബീമിലേക്ക് മാറ്റിയിടുന്ന ഒരു സിസ്റ്റമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പണി എളുപ്പമാക്കുന്നുണ്ട്. നമ്മുടെ ഒരു കുറച്ചുകൂടി നമുക്ക് റിലാക്സ് ചെയ്ത് വാഹനം ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ADAS ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങളിൽ എന്ന് പറയാം. അത്യാവശ്യം നല്ല മാർക്കിങ് കാര്യങ്ങളൊക്കെ റോഡിലുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ അതൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്തടത്ത് നമുക്ക് ഒരു ലെയിൻ കീപ്പർ സിസ്റ്റം ഒന്നും എന്തായാലും വർക്കാവില്ല. എന്തായാലും ഒരു കാര്യം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു സിസ്റ്റം കിഡിലിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബിഗ് ലൈക്ക് നമുക്ക് ഹ്യൂണ്ടായിക്ക് അതിനായിട്ട് കൊടുക്കാം. ADAS ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്ലാസ് ആയതുകൊണ്ട് സെൻസേഴ്സും റഡാറൊക്കെ ടോപ്പ് ക്ലാസ് നമുക്ക് നല്ല രീതിയിലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു പേരിന് വേണ്ടി വെച്ചതല്ല, കറക്റ്റ് അതിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മീറ്ററിൽ നമുക്ക് ഒരു ഇപ്പോൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ നമ്മുടെ റൈറ്റ് സൈഡ് ക്യാമറ ഓൺ ആയിട്ട് അതിൻ്റെ വ്യൂ ലഭിക്കും. ലെഫ്റ്റ് സൈഡ് കിട്ടാൽ ആ രീതിയിൽ, ഞാൻ തിരിച്ചാണ് പറഞ്ഞത്, എന്തായാലും റൈറ്റ് ലെഫ്റ്റ് കിട്ടാൽ അതാത് സൈഡിലെ ക്യാമറകൾ ഓൺ ആക്കിയിട്ട് നമുക്കൊരു നമ്മുടെ ക്ലസ്റ്ററിൽ തന്നെ അതിൻ്റെ ഒരു വിഷ്വൽ കാണിച്ച് തരുന്നുണ്ട്. അങ്ങനെ നിരവധി സേഫ്റ്റി ഫീച്ചേഴ്സ്, നമുക്ക് റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഹ്യൂണ്ടായി ട്യൂസോൺ ആയിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഓടിക്കുന്ന ഡീസലിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 4-wheel ഡ്രൈവ് സിസ്റ്റം കൂടി വരുന്നുണ്ട്. അത് നമുക്ക് പെട്രോളിൽ ലഭിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് മോഡ്സ് കൂടി വരുന്നുണ്ട് കേട്ടോ. അത് ഡ്രൈവ് മോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ വരുന്നുണ്ട്. അതിന് നമ്മുടെ ഒരു ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ 4-wheel ഡ്രൈവിൽ മാത്രം ലഭിക്കുന്നതാണ് നമുക്ക് ടെറൈൻ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സ്നോ, മഡ്, സാൻഡ് എന്നിങ്ങനെയുള്ള 3 ടെറൈൻ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടോമാറ്റിക് നമുക്ക് ഒരു വാഹനം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും സെലക്ട് ചെയ്യാനൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, അതാണ് നമ്മൾ ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. അതാണ് നമുക്ക് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് നമ്മൾ ഓടിക്കുന്ന സ്പീഡ്, അതുപോലെ നമ്മൾ പോകുന്ന ടെറൈനൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ള ഒരു ടോർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു, നമ്മൾ ഓൾ വീൽ ഡ്രൈവുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഡീസൻ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് നമുക്ക് നല്ല രീതിയിൽ മോശം റോഡും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ നമുക്ക് വരുന്നത് ഡ്രൈവ് മോഡ്സ് ആണ്. അതിൽ വരുന്നത് ഇക്കോ. അത് മീറ്ററിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാനും പറ്റും ഓരോ മോഡ് ചേഞ്ച് ആവുന്ന സമയത്ത്. എക്കോ ആകുമ്പോൾ മൊത്തം ഒരു ബ്ലൂ കളർ ആവുന്നുണ്ട്. എക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡാണ് എന്ന് പറയാം. അതിന് താഴെ ആയിട്ടുള്ളത് നോർമലാണ്. ഇവിടെ ഇതേ അത് സ്പോട്ടായിട്ട്, അതാണ് നോർമൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെന്നും ഉപയോഗിക്കേണ്ട ഒരു മോഡ് എന്ന് പറയാം. എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു മോഡ്. സാധാരണ ഇപ്പോൾ ഞാനിപ്പോൾ ഓടിക്കുന്ന ഒരു രീതിയിലൊക്കെ ആണെന്നുള്ളൊരു നമ്മൾ റിലാക്സ് ചെയ്തിട്ട് സേഫായിട്ട് ഇങ്ങനെ പോകുമ്പോൾ സിറ്റുവേഷനിൽ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ്, ഡീസൻ്റ് ആയിട്ടുള്ള പവർ, എല്ലാം ഒരു ആവറേജ് രീതിയിൽ ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ന് പറയാം നമ്മുടെ നോർമൽ. അത് കഴിഞ്ഞ് നമ്മൾ സ്പോർട്ടിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ക്വിക്കായിട്ടുള്ള ഒരു ആക്സലറേഷനും കാര്യങ്ങളും, ഒരു സ്പോർട്ടി ആയിട്ടുള്ള വാഹനം ഓടിക്കേണ്ടവർക്കാണ് നമുക്കൊരു സ്പോർട്ട് മോഡ് ലഭിക്കുന്നത്. അത് കൂടാതെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്മാർട്ടാണ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡ്രൈവ് മോഡാണ് കേട്ടോ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓടിക്കുന്ന ടെറൈനും അതുപോലെ തന്നെ നമ്മൾ ആരാണ് ഓടിക്കുന്നത് അവരുടെ ഹാബിറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അത് എങ്ങനെയാണ് ആക്സലേഷൻ ചെയ്യുന്നത്, പെട്ടെന്ന് ക്വിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ ഒരു സാധാരണ ഒരു നോർമൽ യൂസറാണോ, അതൊക്കെ മനസ്സിലാക്കി ഓടിക്കുന്ന ആളുടെ ഹാബിറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മോഡ് വാഹനത്തിന് നൽകും. അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്കൊരു സ്പീഡിൽ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത് സ്പോർട്ട് മോഡിൻ്റേതായിട്ടുള്ള രീതിയിലേക്കായിരിക്കും മാറ്റുക. അതിൽ അത്യാവശ്യം പതുക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരു നോർമൽ അല്ലെങ്കിൽ ഇക്കോ മോഡിലേക്ക് മാറ്റുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം സെൻസ് ചെയ്തിട്ട് ആ ഒരു മോഡുകൾ ചേഞ്ച് ചെയ്താണ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ. അത്തരത്തിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് നമുക്ക് പണി വളരെ കുറവാണ്. വാഹനം ജസ്റ്റ് സ്റ്റിയറിംഗ് പിടിച്ച് ഇരുന്നാൽ മതി എന്നുള്ളൊരു കാര്യം മാത്രമേ വരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ടെക്കും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് വരുന്നത്. കിടിലനായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഒരു ബിഗ് ലൈക്ക് നമുക്ക് ഹ്യൂണ്ടായിക്ക് അതിനായിട്ട് നൽകാം ഒരിക്കൽ കൂടി. അപ്പോൾ നമ്മുടെ ടെക്കൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് എങ്ങനെയുണ്ട് ഓടിക്കാനെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഹൈവേ കയറാം അല്ലേ. നമ്മൾ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓടിക്കുന്നതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ മാറ്റം വരുന്ന ഒരു മോഡലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് നല്ല രീതിയിലുള്ള പവറും കാര്യങ്ങളൊക്കെ ഒരു എഞ്ചിൻ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫിഗേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് വ്യത്യസ്തമല്ല. നമ്മുടെ നാട്ടിൽ ഈ ട്രാഫിക്കിലുണ്ടല്ലോ, ഇതിൽ ADASന് ഇൻഡിക്കേഷൻ കാണിക്കാൻ വാണിംഗ് തരാനേ സമയമുള്ളൂ. കാരണം ബൈക്കൊക്കെ ഇങ്ങനെ വന്ന് കട്ട് ചെയ്ത് നിർത്തുമ്പോഴേക്കും ഇവിടെ ലൈറ്റൊക്കെ അടിച്ചു പോകും. 2 സൈഡ് ലൈറ്റ്, നമ്മുടെ ORMലെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കീ വാണിങ്ങുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. വേണമെങ്കിൽ അത് ഓഫ് ചെയ്തിടാം കേട്ടോ നമുക്ക്. പക്ഷേ ഞാനത് കിടക്കട്ടെ, നമുക്കൊരു രസം എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും പവറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ കിടിലം പവർഫുൾ ആയിട്ടൊരു എഞ്ചിനും കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ
വലിയൊരു എഞ്ചിനാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ലോ എൻഡ് ആണെങ്കിലും മിഡ് റേഞ്ച് ആണെങ്കിലും ഒക്കെ ടോപ്പ് ക്ലാസ് ആണ്. നമുക്ക് ഒരുപാട് ടോപ്പ് എൻഡ് നോക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അതുപോലെ ട്രാൻസ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസ് ട്രാൻസ്മിഷനും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കിടിലൻ ഒരു ഫീലാണ് വാഹനം ഓടിക്കാനായിട്ട് എന്ന് പറയാം. പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടില്ല, അതെന്തായാലും ഒരു കുറവായിട്ട് തോന്നി. കാരണം ഇത്രയും വലിയൊരു വാഹനമായിട്ട് നമുക്കൊരു 8 സ്പീഡ് ടോർക്ക് കൺവേർട്ട് ഓട്ടോമാറ്റിക് ഉണ്ടായിട്ട് കൂടി നമുക്കൊരു പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുക്കാത്തത്, അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഭാഗം കൂടി നമുക്ക് പരിഹരിക്കാമായിരുന്നു. ഒരു ഇടക്ക് വേണമെങ്കിൽ ഒന്ന് മാനുവലായിട്ടൊക്കെ ഒന്ന് ഓടിക്കണം എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും ഇപ്പോഴും നമുക്ക് ലിവർ ഉപയോഗിച്ചിട്ട് മാനുവലി ഓടിക്കാം കേട്ടോ. പക്ഷേ പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ ഫീൽ വേറെ തന്നെ അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് ഉള്ളത്. നമുക്ക് അത്യാവശ്യം ഹൈവേ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലോങ് ഡ്രൈവൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു മടുപ്പും ഇല്ലാതെ വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എഞ്ചിൻ നമുക്ക് ഏകദേശം ഒരു 3000 RPM ആകുമ്പോൾ കുറച്ച് ലൗഡാണ്, നമുക്ക് ചെറിയ രീതിയിൽ ഉള്ളിലേക്ക് കേൾക്കുന്നത്. ലോവർ RPMലൊക്കെ വളരെ സൈലൻ്റ് ആണ്. അത്യാവശ്യം നോയ്സോ കാര്യങ്ങളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു ടർബോ ഒക്കെ ഓണാവുന്നതിന് ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു നോയ്സ് നമുക്ക് കൂടുതലായിട്ട് ഉള്ളിലേക്ക് കേൾക്കാനുള്ളൊരു 3000 RPMന് മുകളിലേക്ക്. അതുവരെ വളരെ സൈലൻ്റ് ആണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സസ്പെൻഷനാണ്. ഇത്തിരി സ്റ്റിഫാണ് നമുക്ക് സസ്പെൻഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു 4 വീൽ ഡ്രൈവ് ഒക്കെ ഉള്ളൊരു വാഹനമാണ്. പിന്നെ ഒരു ഇത്രയും മാസീവായിട്ടുള്ളൊരു ഡീസൽ എഞ്ചിൻ വെക്കേണ്ട ഒരു അതിൻ്റെ വെയിറ്റ് ഒക്കെ താങ്ങേണ്ട ഒരു വാഹനമാണല്ലേ. അപ്പോൾ അത്യാവശ്യം സ്റ്റിഫായിട്ട് സസ്പെൻഷൻ വെക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ഹ്യുണ്ടായി ആ ഭാഗവും സസ്പെൻഷൻ ട്യൂണിങ് കാര്യങ്ങളും ഹ്യുണ്ടായി നല്ല രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഈ ഒരു ഹൈവേയിൽ പോകുന്ന സമയത്തൊക്കെ അത്യാവശ്യം മികച്ചൊരു റൈഡ് ക്വാളിറ്റി എന്തായാലും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സീറ്റിൻ്റെ കംഫർട്ടും എടുത്തു പറയേണ്ടതാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. പ്രത്യേകിച്ച് ഫ്രണ്ടിലെ സീറ്റുകൾ, ഡ്രൈവർ സീറ്റ് ആണെങ്കിലും കോ പാസഞ്ചർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ വളരെയധികം നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ള സീറ്റുകളാണ് വന്നിട്ടുള്ളത്. വണ്ടി കണ്ടോ, അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ പിടിച്ച് ഇങ്ങോട്ട് തന്നെ തിരിക്കുന്നത്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. നമ്മൾ ഇങ്ങനെ ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിൽ. എനിക്ക് തോന്നുന്ന ഒരു സസ്പെൻഷൻ ഇത്തിരി സ്റ്റിഫായിട്ട് പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും അറിയാത്തതിൻ്റെ പ്രധാന കാര്യവും അത് തന്നെയാണ്. നമുക്ക് സീറ്റിന് കുറച്ച് കംഫർട്ട് കൂടുതൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ എന്തായാലും ടെക് പരമായിട്ടാണെന്നുണ്ടെങ്കിലും സേഫ്റ്റി പരമായിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ ടോപ്പ് ക്ലാസ് ആണ്. ഒരു രക്ഷയില്ലാത്ത വാഹനം എന്ന് പറയാം. ഏകദേശം ഓണോട് പ്രൈസ് ചെയ്യാൻ പറഞ്ഞു 33-43 ലക്ഷം വരെയാണ് 4 വീൽ ഡ്രൈവിനൊക്കെ. അതിൽ അതുപോലെ തന്നെ സേഫ്റ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ABS, EBD, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളും ടയർ പ്രഷർ മോണിറ്റർ, അങ്ങനെ നിരവധി സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഈ അഡാസ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓടിക്കുന്ന ഒരു വേരിയൻറ്റിലായിട്ടോ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാതെ. വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ട്യൂസോണിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.